വയനാട് പുൽപ്പള്ളി പഞ്ചായത്തിൽ ബി.ജെ.പി. പിന്തുണയോടുകൂടി ജയിച്ച 2 കോൺഗ്രസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചു. ഡി.സി.സി നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് രാജി. കമൽ വിവരങ്ങളുമായി ചേരുകയാണ്. കമൽ, ഇങ്ങനൊരു തീരുമാനമുണ്ടായത്, പിന്തുണയ്ക്കാനുള്ള തീരുമാനമുണ്ടായത് എങ്ങനെയാണ്? അതൊരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണോ അതോ ബി.ജെ.പിയുടെ പിന്തുണ അപ്രതീക്ഷിതമായി കിട്ടുകയായിരുന്നോ? രാജി എപ്പോഴാണ് ഉണ്ടായത്? മാധു, പുൽപ്പള്ളി പഞ്ചായത്തിലെ കക്ഷിനില എന്ന് പറയുന്നത് LDF-ന് 9, UDF-ന് 8, BJP-ക്ക് 4 എന്നുള്ളതാണ്. പ്രസിഡന്റായി സ്വാഭാവികമായും LDF-ലെ ആള് തന്നെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസിന്റെ 2 അംഗങ്ങൾക്ക് ഈ 12 വോട്ടുകൾ കിട്ടി. അതുപോലെ BJP-യുടെ മറ്റൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് BJP-യുടെ അംഗത്തിനും 12 വോട്ട് കിട്ടി. അപ്പോൾ വ്യക്തമായി 8 UDF-ന്റെ വോട്ടും 4 BJP-യുടെ വോട്ടും അവർക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം. CPIM വലിയ ആരോപണവുമായി ഇന്നലെ തന്നെ രംഗത്തെത്തി. അതുകൂടാതെ ഈ കോൺഗ്രസിന്റെ ഒരു മെമ്പർ തന്നെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. അതോടെ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലാവുകയായിരുന്നു. മുതിർന്ന നേതാക്കളുടെ അടക്കം അനുഗ്രഹത്തോടെ ഇത്തരത്തിലൊരു ധാരണ ഉണ്ടായി എന്ന് ഏകദേശം പുറത്തു വന്ന കാര്യങ്ങൾ വ്യക്തമായി. അതോടുകൂടി DCC നേതൃത്വത്തിന് മറ്റൊരു വഴിയുണ്ടായില്ല. ഈ തെരഞ്ഞെടുക്കപ്പെട്ട 2 കോൺഗ്രസ് അംഗങ്ങളോടും രാജിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. അവർ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കുകയായിരുന്നു.